എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. 2. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. 3. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. 4. വക്കം മൗലവി ആണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ചേരും പടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മരുതം തണ്ണീർത്തട കൃഷി, പാലായി കൊള്ളയടിക്കുന്നു, മുല്ലായി മൃഗസംരക്ഷണം, നെയ്റ്റൽ ഉപ്പു നിർമ്മാണം. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗാന്ധി. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? 1. ജമാഅത്ത് ഇസ്ലാമി, 2. RSS, 3. ആനന്ദ് മാർഗ്, 4. മാവോയിസ്റ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ളവയെല്ലാം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. രാമചന്ദ്ര ഗുഹ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? 1. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. 2. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 4. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 4. അടുത്ത ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? 1. ലൈബീരിയ, 2. ഇന്ത്യ, 3. ഇസ്രായേൽ, 4. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 1. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. 3. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മുകളിലുള്ളവ എല്ലാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹെലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. 2. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. 3. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ളവ എല്ലാം. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്ലാങ്ക്ടോൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. GSTയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 1. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. 2. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. 3. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. 2. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ.
3. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാവുന്ന മാറ്റം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ROW ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. 2. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. 3. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കൺസപ്ഷനായും വേർതിരിക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ 1, 2 and 3. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5.8%. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പൗരത്വം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശോണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി, MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1955 മെയ് 11. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? വരികൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗീതാഞ്ജലി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്കാനർ. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വേർഡ് പ്രോസസ്സർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, വാൻ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2000.
സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 8.3 മിനിറ്റ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കണികാ ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വഴിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അണുസംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കോശ ശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദുബായ്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വൺസ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ. നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് QPRS. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് ആർ ഓഷ്യൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് എഫക്റ്റ്. ഐഡന്റിഫൈ ദ സിനോണിം ഫോർ വെനിറേറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് റെസ്പെക്ട്. ഐഡന്റിഫൈ ദ ആന്റണിം ഫോർ ഇമേസിയേഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഇൻവിഗറേഷൻ. ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലർഡ് കൺഫ്യൂസ്ഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മഡിൽഡ് അൺക്ലിയർ. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് നിംബസ്. ദ ഇഡിയം ടു ഹാവ് എൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ്. ഓപ്ഷൻ ഡി ആണ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ആം ഗോയിങ്. ദിസ് ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കോസ്റ്റ്ലിയർ ദാൻ. ഷീ അഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വർ പുട്ട് ബിഫോർ ഹർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 2. ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദ ഡാഷ്. ഉത്തരം വരുന്നത് ഡി ആണ് ഡോമിനന്റ് അഡ്വാൻറ്റേജസ്. We are happy that our chief minister with the members of his cabinet dash to be present at the function. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഈസ്. No sooner had she entered the room dash and everybody began to make sound. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് then the lights went out. We met her immediately after the session in which she dash a nice speech. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് had given. The guest admired my paintings but they dash my writings. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് seemed to have disliked. Find out the correct sentence. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് I think him a silly boy. Ornithology means. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് study of birds. Select the alternative word for distasteful from the following. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് unpleasant. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അരോഗ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരി. പോട്ടവൻ പോട്ടെ അവൻ. പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കാട്ടി പ്ലസ് ഏൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോ ആക്ഷൻസ് സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ ആർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മധൂലി. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏത്? മധുരിച്ചിട്ട് തുപ്പാനും മേല കച്ചിട്ടിറക്കാനും മേല. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ചെട്ടി. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പീതാംബരൻ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം. ഉത്തരം എല്ലാം ശരിയാണ്. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം.